നമസ്കാരം. കേരള സംസ്ഥാനം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവുമെല്ലാം ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണത്. പക്ഷേ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഖജനാവിൻ്റെ സ്ഥിതി എന്ന കാര്യമാണ് പുറത്തു വരുന്നത്. 800 കോടി രൂപ കടമെടുക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 9 ഇത് സംബന്ധിച്ച കടപ്പത്രം പുറപ്പെടുവിക്കാനാണ് ഇപ്പോൾ തീരുമാനം. പക്ഷേ ഈ 800 കോടി രൂപ കൊണ്ട് സംസ്ഥാനത്തിന് ഒന്നുമാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ജീപ്പുകൾ, അതായത് പോലീസ് വാഹനങ്ങൾക്ക് വലിയ തോതിൽ ഡീസൽ കുടിശ്ശികയുണ്ട്. അതായത് ഇന്ധനം നിറച്ചതിൻ്റെ പണം പെട്രോളിയം കമ്പനികൾക്ക് നൽകാനുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ കുടിശ്ശിക തീർത്തടയ്ക്കുന്നത് വരെ പെട്രോളിയം വിതരണം ചെയ്യില്ല എന്ന് കമ്പനികളും അറിയിച്ചിട്ടുണ്ട്. അത് കാരണം പോലീസിൻ്റെ രാത്രികാല പെട്രോളിംഗ് പോലും മുടങ്ങിയ അവസ്ഥയിലാണ്. ഇതാണ് ഒരു സംസ്ഥാന ഖജനാവ് അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം. ജനങ്ങളുടെ സുരക്ഷയെ തന്നെ സാരമായി തന്നെ ബാധിക്കുകയാണ്. രാത്രികാല പെട്രോളിംഗ്, പ്രത്യേകിച്ചും കേരളം ലഹരി മാഫിയയുടെയും അതുപോലെ തന്നെ മറ്റ് കള്ളക്കടത്ത് സംഘങ്ങളുടെയും ഒക്കെ ഒരു കേന്ദ്രമായി മാറുകയാണ്. ഗുണ്ടാ സംഘങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലുള്ള ഒരു വകുപ്പ് രാത്രികാല പെട്രോളിംഗ് അവസാനിപ്പിക്കുമ്പോൾ അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ മാത്രമല്ല ജനങ്ങളെയും നേരിട്ട് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞത്. ഈ രീതിയിൽ ഇനിയൊരു 6000 കോടി രൂപ കൂടി മാത്രമേ സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അവകാശമുള്ളൂ. അതിൻ്റെ പോലും കേന്ദ്രാനുമതി ഇപ്പോൾ ലഭിച്ചിട്ടില്ല. മാത്രമല്ല വിവിധ കുടിശ്ശികകൾ, അതായത് കേന്ദ്രം കുടിശ്ശിക തരാനുണ്ട് എന്ന് പറയുന്നതിൽ ഒരു കാര്യമാണ് കോളേജ് അധ്യാപകർക്കുള്ള UGC സ്കെയിൽ പ്രകാരമുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനുള്ള കേന്ദ്ര വിഹിതം. അത് നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനം ഇത് സംബന്ധിച്ച കണക്കുകൾ, മുൻവർഷത്തെ കണക്കുകൾ നൽകിയിട്ടില്ല എന്നതാണ്. മറ്റു ചില കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അടിച്ചുമാറ്റി പേര് മാറ്റിയൊക്കെ പ്രയോഗിച്ചിരുന്നു. അത് കേന്ദ്ര സർക്കാർ നേരത്തെ കയ്യോടെ പൊക്കിയതാണ്. ഓരോ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന ബ്രാൻഡിംഗ് അത് നടപ്പിലാക്കിയേ മതിയാകൂ എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ ചില മന്ത്രിമാരടക്കം നേരത്തെ ചില വീരവാദങ്ങൾ മുഴക്കിയിരുന്നതാണ്. ആത്മാഭിമാനമാണ് കേരളത്തിന് വലുത്, അങ്ങനെ ഒരു ബ്രാൻഡിംഗ് നടത്താൻ പോകുന്നില്ല. അതായത് ആരോഗ്യ മേഖലയ്ക്ക് പണം കൊടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നവീകരിക്കുന്ന ആശുപത്രി കെട്ടിടങ്ങളിലൊക്കെ കേന്ദ്ര പദ്ധതിയുടെ പേര് വേണം. അതുമാത്രമല്ല ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം കൊടുക്കുന്ന വീടുകളിൽ ബ്രാൻഡിംഗ് വേണം. പക്ഷേ അതൊന്നും നടത്താനാവില്ല, അതൊന്നും ചെയ്യാനാകില്ല എന്ന ഒരു നിലപാടാണ് നേരത്തെ സംസ്ഥാന സർക്കാർ എടുത്തിരുന്നത്. പക്ഷേ ഖജനാവിൻ്റെ അവസ്ഥ അത് അതീവ ഗുരുതരാവസ്ഥയിലായതോടുകൂടി ഇപ്പോൾ പിണറായി സർക്കാർ ആത്മാഭിമാനമൊക്കെ വെടിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനോട് കേന്ദ്രം നിഷ്കർഷിക്കുന്ന ബ്രാൻഡിംഗ് നടത്താം എന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാൻഡിംഗ് നടത്തി കണക്കുകൾ സമർപ്പിച്ച് ഈ പണം കേന്ദ്ര പദ്ധതികൾ നേടിയെടുക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ കിഫ്ബി അടക്കമുള്ള വിഷയങ്ങളിൽ AG അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നതാണ്, അക്കൗണ്ടന്റ് ജനറൽ അടക്കമുള്ളവർ റിപ്പോർട്ട് നൽകിയിരുന്നതാണ് തെറ്റായ വഴി, സംസ്ഥാന സർക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ വഴി. പക്ഷേ അതൊന്നും സംസ്ഥാന സർക്കാർ അന്ന് മൈൻഡ് ചെയ്തതേയില്ല. പക്ഷേ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു. വിവിധ വകുപ്പുകൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു. ജനങ്ങളെ സേവിക്കാനുള്ള ഒരു കഴിവ് പോലും പല വകുപ്പുകൾക്കും, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ അതിലൊരു ഉദാഹരണം മാത്രമാണ്. ഈ രീതിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള, അല്ലെങ്കിൽ നേരത്തെ തള്ളിമറിച്ചതുപോലെയുള്ള ആത്മാഭിമാനമൊക്കെ വെടിഞ്ഞ് നല്ല കുട്ടിയായി ബ്രാൻഡിംഗ് നടത്താം എന്ന് സമ്മതിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് കുറച്ചുകൂടെ നേരത്തെയായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇത്രമാത്രം ഗുരുതരാവസ്ഥയിലേക്ക് പോകില്ല എന്ന് കേന്ദ്രം വിലയിരുത്തുന്നുണ്ട്. അതുമാത്രമല്ല സംസ്ഥാനങ്ങൾ സൗജന്യങ്ങൾ, ഈ രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാനായി സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞു വേണം എന്ന് കൃത്യമായ മുന്നറിയിപ്പുകൾ ഇപ്പോൾ കേന്ദ്രം നൽകുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം എത്തിപ്പെട്ടിരിക്കുന്നു. ഈ LDF സർക്കാരിന് ഖജനാവ് കാലിയാക്കിയതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഏറ്റവും ഒടുവിൽ ബ്രാൻഡിംഗ് നടപ്പിലാക്കാം എന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ചിരിക്കുന്ന ഈ തീരുമാനം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.
by Diganta Resort, Ahmedabad, Gujarat.